അപ്പോൾ നമ്മൾ പ്ലോട്ടൊക്കെ സെലക്ട് ചെയ്തല്ലേ, ഇനി വീട് വെക്കേണ്ട സ്റ്റേജ് അല്ലേ. ഇനി നമുക്ക് അങ്ങോട്ട് പോയാലോ. ഡ്രീം ഹോം പാർട്ട് 2 അച്ചു സലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യം ഒന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പാർട്ട് 1 കണ്ടിട്ടില്ലാത്തതാണ് പാർട്ട് 2 കാണുന്നതെങ്കിൽ ഡ്രീം ഹോമിന്റെ പാർട്ട് 1ന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് കണ്ടിട്ട് നിങ്ങൾ ഇത് കാണുന്നതാണ് നല്ലത് കേട്ടോ. അതിൽ ഞാൻ പ്ലോട്ട് സെലക്ഷനെ പറ്റി, പ്ലോട്ട് എങ്ങനെ നന്നായിട്ട് സെലക്ട് ചെയ്യണമെന്നൊക്കെ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറയാൻ വന്നത്, ബഡ്ജറ്റ് ഞാൻ എല്ലാ വീഡിയോയിലും അതിൽ പറയുന്നതാണ് ബഡ്ജറ്റിന്റെ കേസും. ബഡ്ജറ്റിൽ നിങ്ങൾ ഇപ്പം നമ്മളിപ്പം ലാൻഡ് കോസ്റ്റ് പ്ലോട്ട് സെലക്ട് ചെയ്ത് ഒരു ബഡ്ജറ്റ് കൊടുത്ത് വാങ്ങിച്ചെങ്കിൽ പോലും നമ്മൾ വീട് പണിയാൻ മാത്രം ഉണ്ടാവുന്ന എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 50% എക്സ്ട്രായും കൂടെ ഇട്ടിട്ട് വേണം ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം നമ്മൾ അറിയാത്ത കുറേ എക്സ്പെൻസും ഉണ്ട്. ഇപ്പം നമുക്കൊരു കോമ്പൗണ്ട് വാൾ കെട്ടണം, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിംഗ് കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എമൗണ്ട്, ഇൻറ്റീരിയറിലൊക്കെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളൊരു കൂടുതൽ എമൗണ്ടും കൂടെ ബഡ്ജറ്റിൽ വരും. എന്ന് വെച്ചാൽ നമ്മൾ ലാൻഡ് കോസ്റ്റ് പ്ലസ് നമ്മൾ വരുന്ന ഇപ്പം പ്ലാൻ വരയ്ക്കുന്ന ഫീസ് ആണെങ്കിലും പെർമിറ്റ് ഫീസ് ആണെങ്കിലും അങ്ങനെ നമ്മൾ കുറേ വരുന്ന കുറച്ച് കോസ്റ്റും കൂടെ ഉണ്ട്. പിന്നെ പ്ലസ് നിങ്ങൾ എന്തെങ്കിലും ഫിനിഷിംഗ് സ്റ്റേജിൽ വരുന്ന ആ എമൗണ്ട്, അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വേണം നിങ്ങൾ ഒരു ബഡ്ജറ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ എസ്റ്റിമേഷനിൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അതിൽ തന്നെ എസ്റ്റിമേഷനിൽ ഇൻക്ലൂഡ് ചെയ്ത് ഫൈനൽ നമുക്ക് ടോട്ടൽ എത്ര ആവുമെന്ന് ആ എസ്റ്റിമേഷൻ, ഒരു നല്ലൊരു എഞ്ചിനീയർ ആണെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു എസ്റ്റിമേഷൻ ചെയ്തു തരും. അപ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് അറിയാൻ പറ്റും എത്ര എമൗണ്ട് ആ ബഡ്ജറ്റ് ആവും, എത്ര എസ്റ്റിമേഷൻ, എത്ര സ്ക്വയർ ഫീറ്റ് വീടിന് എത്ര എസ്റ്റിമേഷൻ ആവും നമുക്ക്, എത്ര എമൗണ്ട് ആവുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. പ്ലോട്ടൊക്കെ നല്ല രീതിയിൽ സെലക്ട് ചെയ്തു വാങ്ങിച്ചിട്ടു, നമുക്ക് ഇഷ്ടമുള്ള എത്ര സെൻറ്റ് ആവട്ടെ, എത്ര നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലോട്ടൊക്കെ വാങ്ങിച്ചിട്ടു. അതിൽ നമ്മൾ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്തു, നമ്മൾ എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്തു, അതെല്ലാം ചെയ്ത് ഇത്ര എമൗണ്ട് ആവും എന്ന് പറഞ്ഞ് നമ്മളതിൽ ബഡ്ജറ്റൊക്കെ ഓക്കെയാണ്, സേഫാണ്. നമ്മളിനി വീട് പണിയിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് സൈറ്റ് ക്ലിയറിംഗ് ആണ്. എന്തെങ്കിലും അൺവാണ്ടഡ് തിങ്സ് ഉണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സൈറ്റ് നന്നായിട്ട് ക്ലിയർ ചെയ്തിടണം. എന്ന് വെച്ചാൽ ലെവൽ ചെയ്തിടണം. അതിൽ അണ്ടുലേഷനോ വേരിയേഷനോ ഒന്നും പാടില്ല. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ പ്ലാനൊക്കെ വരച്ച് സെറ്റിംഗ് ഔട്ട് ഒന്ന് പ്രോസസ്സിലോട്ട് പോകുമല്ലോ. അപ്പോൾ എഞ്ചിനീയേഴ്സിനാണെങ്കിലും ആർക്കാണെങ്കിലും വന്ന് സെറ്റിംഗ് ഔട്ട് ചെയ്യാൻ ലെവൽഡ് സർഫസിൽ മാത്രമേ നമുക്ക് സെറ്റിംഗ് ഔട്ട് ചെയ്യാൻ പറ്റൂ. അപ്പം അതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സൈറ്റ് ഫുള്ള് നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് ലെവൽ ചെയ്ത് നല്ല രീതിയിൽ സൈറ്റ് ഫുൾ വൃത്തിയാക്കി ഇടുക. അതാണ് ഫസ്റ്റ് കാര്യം. ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളെ കോമ്പൗണ്ട് ഉണ്ടല്ലോ, കോമ്പൗണ്ട് ജസ്റ്റ് ഫെൻസിങ് വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫെൻസിങ് വെച്ചൊക്കെ കവർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മൾ ഒരു പ്ലോട്ടിന് നമ്മളുടേതായ ഒരു ഇത് കിട്ടും, ആ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്താലും നല്ലതായിരിക്കും. രണ്ടാമത്തെ കാര്യം പറയാനാണെങ്കിൽ, ഗുഡ് പ്ലാൻ, ഗുഡ് എഞ്ചിനീയർ, ഗുഡ് കോൺട്രാക്ടർ. ഇതിലെല്ലാം ഗുഡാണല്ലേ. ഓക്കെ, അപ്പം ഞാൻ ആദ്യം പറയുന്ന നമുക്ക് ഫസ്റ്റ് നമ്മൾ ഈ വീടിൻ്റെയൊക്കെ ഏറ്റവും ബെറ്റർ ഫസ്റ്റ് വേണ്ടത് ഫൗണ്ടേഷൻ ആണെന്ന് പറയില്ല. നമ്മൾ ഫൗണ്ടേഷൻ എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും അതിൻ്റെ അനുസരിച്ച് വേണം നമ്മളെ ലൈഫ് സ്പാൻ, ആ വീടിൻ്റെ ലൈഫ് സ്പാൻ കൂടുമെന്നൊന്ന് പറയാൻ. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വപ്നമാണ്, നമ്മളുടെ ആ വീടിൻ്റെ സ്വപ്നം പ്ലാനിൽ കൂടെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പ്ലാൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഘടനയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ പ്ലാൻ വേണം, നമ്മൾ ഈ ത്രൂ ഔട്ട് വർക്ക്, നമ്മളെ ലാസ്റ്റ് ഫിനിഷിങ് സ്റ്റേജ് ചെന്ന് നിൽക്കുന്നത് വരെ നമ്മളെ വീടിൻ്റെ പ്ലാനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ അതിൽ മാത്രം കോംപ്രമൈസ് ചെയ്യരുത്. നല്ലൊരു പ്ലാന് നല്ലൊരു എഞ്ചിനീയറെ വിട്ട് വരയ്ക്കണം, അത് വരയ്ക്കണം, മസ്റ്റാണ്. അപ്പോൾ പ്ലാൻ വരയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് എനിക്ക് പറയാനുണ്ട്. ഒരിക്കലും നിങ്ങൾ കോപ്പി അടിക്കുകയോ മറ്റുള്ളവരെ കണ്ട് അതുപോലെ ചെയ്യണമെന്ന് അങ്ങനെയൊന്നും ശ്രമിക്കരുത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ പ്ലോട്ട് കണ്ടീഷനും അവരുടെ രീതിക്കും ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിനാണ് വച്ചിരിക്കുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ പ്ലോട്ടിന് സാറ്റിസ്ഫൈ ആവണമെന്നോ അത് തന്നെ വരണമെന്നോ ഇല്ല. അപ്പോൾ ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്ത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു വീട് വെക്കാൻ പോകണം, നിങ്ങൾ പ്ലാൻ വരയ്ക്കാൻ പോകുന്നെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ വിളിക്കുക. അവർക്കും ഉണ്ടാവുമല്ലോ സ്വപ്നങ്ങൾ. അപ്പോൾ അവരുടെ സജഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ ആ ഡ്രീം ഹോമിൽ വേണം, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് പറഞ്ഞ് നിങ്ങളൊരു നല്ലൊരു എഞ്ചിനീയറിനെ കണ്ടുപോയി കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളെ റിക്വയർമെൻറ്റ്സ് ഫുള്ള്, എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, ഇന്ന രീതിയിൽ വേണം എന്നുള്ള ഫുൾ റിക്വയർമെൻറ്റ്സ് നിങ്ങൾ എഞ്ചിനീയറിന് അടുത്ത് പറയണം. അപ്പോൾ എഞ്ചിനീയറിന് പിന്നെ അത് മനസ്സിലാവും നിങ്ങളെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും, നിങ്ങൾക്ക് എത്ര ബെഡ്റൂം, കിച്ചൺ ടൈപ്പ്, ഓപ്പൺ കിച്ചൺ ആണോ, അങ്ങനെയൊക്കെ കുറേ റിക്വയർമെൻറ്റ്സ് നിങ്ങളെ കാണുമല്ലോ. ഇപ്പോൾ പൂജ റൂം സെപ്പറേറ്റ് വേണവരാണെങ്കിൽ അങ്ങനെ ഫുൾ റിക്വയർമെൻറ്റ്സ് നിങ്ങൾ എഞ്ചിനീയർ അടുത്ത് പറയാം. എഞ്ചിനീയർ നിങ്ങളുടെ പ്ലോട്ടിനനുസരിച്ച് നിങ്ങളുടെ ആ റൂളൊക്കെ വിട്ടിട്ടുണ്ട്, നമുക്ക്
സെറ്റ് ബാക്ക്, അതൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സെറ്റ് ബാക്ക് റൂളൊക്കെ വിട്ട് നിങ്ങൾക്ക് ഇത്ര സ്ക്വയർ ഫീറ്റിനകത്ത് ഒരു നല്ലൊരു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര സ്ക്വയർ ഫീറ്റിനകത്ത് ഉണ്ടെങ്കിൽ ഓക്കെ ആണ് എന്ന് പറഞ്ഞു കൊടുത്ത് പുള്ളിക്കാരൻ ഏത് എഞ്ചിനീയർ ആണെങ്കിലും ആ ഒരു രീതിക്ക് വരയ്ക്കും. നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കി അതുപോലെ തന്നെ പുള്ളിക്കാരൻ നിങ്ങളുടെ ആ ഒരു സ്വപ്നം, ഒരു ഇത് ഞാൻ പറയുന്ന സ്വപ്നം എന്നാണ് കേട്ടോ. കാരണം നമ്മൾ ജീവിക്കാൻ പോകുന്ന ഒരൊറ്റ വലിയ കാര്യമാണ്. അത് നിങ്ങൾ നന്നായിട്ട് എഞ്ചിനീയർ അടുത്ത് നിങ്ങൾ റിക്വയർമെൻറ്റ്സ്, നിങ്ങൾ ആവശ്യങ്ങൾ പറയാം. അല്ല കോപ്പി അടിച്ചുകൊണ്ടോ ഒന്ന് പറയരുത് കേട്ടോ ദയവ് ചെയ്ത്. അപ്പോൾ നിങ്ങളുടേതായ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടങ്ങളുണ്ട്, നിങ്ങൾ അത് എല്ലാം പറയുക. അത് പുള്ളിക്കാരൻ നല്ലൊരു പ്ലാനാക്കി 2D പ്ലാനാക്കി വരയ്ക്കുന്നതാണ്. പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എഞ്ചിനീയറിനെ കാണുമ്പോൾ നമ്മൾ പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ പ്ലാനിൽ തീരുന്ന കാര്യങ്ങളല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്ലാന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഫസ്റ്റ് പ്ലോട്ട് സ്കെച്ചാണ്. നമ്മൾ ഈ ഫുൾ പ്ലോട്ടിനകത്ത് ഗാർഡനിങ് ഇത്ര പോവും, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഇത്ര പോവും, കോമ്പൗണ്ട് വാൾ വരും, അത് കഴിഞ്ഞ് ഇത്ര വീട് വരും, കാർ പാർക്കിംഗ് സൗകര്യം, ഇത് ഫുൾ ഒരു ലേ ഔട്ട് ഉള്ളതാണ് ഫസ്റ്റ് പ്ലോട്ട് സ്കെച്ച്. രണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ 2D എന്ന് പറഞ്ഞാൽ എന്താണ്, 2D പ്ലാൻ. ഇതാണ് പ്ലോട്ട് സ്കെച്ചിലാണ് 2D പ്ലാനും വരയ്ക്കാം, 3D പ്ലാനും വരയ്ക്കാം. നമ്മൾ ഒരു വീടിന് നമ്മൾ എന്താണ് സിൽ ലെവൽ വെച്ച് കട്ട് ചെയ്ത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് 2D പ്ലാൻ. അല്ലാതെ നമ്മൾ ഫ്രണ്ട് വെച്ച് നോക്കുന്നതാണ് 3D പ്ലാൻ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ വരയ്ക്കാൻ നോക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇലക്ട്രിക്കലും പ്ലംബിംഗ് ഡ്രോയിങ്ങും കൂടെ വരയ്ക്കാനും ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് ഫ്ലോറിംഗ് ലേഔട്ട് പ്ലാനും ഉണ്ട്, അതും വരയ്ക്കാം. പിന്നെ ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജ് ഫൗണ്ടേഷൻ ലേഔട്ടും വരയ്ക്കാം, ഫൗണ്ടേഷൻ ലേഔട്ടുള്ള പ്ലാൻ വയ്ക്കാം. ഇത്രയും മസ്റ്റാണ്, മസ്റ്റ് പ്ലാൻസ് ആണ്. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ മെറ്റീരിയൽസ് എത്ര രീതിക്ക് ആവും എന്നുള്ള കൂടുതൽ അറിയാൻ പറ്റും. അതുമാത്രമല്ല ഈ പ്ലാൻ വരയ്ക്കുന്നതിലൂടെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവും. കാരണം എത്ര വേസ്റ്റേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും, വേസ്റ്റേജ് കുറച്ച് എത്ര മെറ്റീരിയൽസ് നമുക്ക് ഇത്ര മെറ്റീരിയൽസ് എടുത്താൽ മതി എന്നൊക്കെ നമുക്ക് ഈ പ്ലാൻ വരച്ച് കഴിയുമ്പോൾ അറിയാം. അപ്പോൾ ഈ 5 പ്ലാനും നമുക്ക് മസ്റ്റായിട്ട് നമുക്ക് വേണ്ട പ്ലാനാണ്. അഡീഷണൽ വേറെയും പ്ലാനുകളുണ്ട്, വരയ്ക്കാവുന്നതാണ്. നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഏറ്റവും നല്ലതാണ്. നമ്മൾ പ്ലാൻ വരയ്ക്കുന്നതിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് കൂട്ട് അവയർനെസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട് വയ്ക്കാൻ നിങ്ങൾ മുമ്പൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് നിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിന്ന് ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഓരോ ലേബറിനെ നിങ്ങൾ പാർട്ട് ബൈ പാർട്ടായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിന്ന് ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ജെന്യൂൻ ആയിട്ടുള്ള ഒരു കോൺട്രാക്ടറെ ചെയ്യുക. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പാർട്ടായിട്ട് ഇത് എമൗണ്ട് കൊടുക്കുക, ഓരോ സ്റ്റേജ് വൈസ് നിങ്ങൾ എമൗണ്ട് കൊടുക്കുക. അപ്പോൾ കോൺട്രാക്ടർ തന്നെ ലേബറിനെ സപ്ലൈ ചെയ്ത് മെറ്റീരിയൽസ് എടുത്ത് ചെയ്തോളും. അത്ര ജെന്യൂൻ കോൺട്രാക്ടറാണ്. പിന്നെ കോൺട്രാക്ടർമാർസിലും ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ ആരും പറ്റിക്കപ്പെടരുത്. എങ്ങനെ വേണമെങ്കിലും ഇതിൽ നിന്ന് മിസ്യൂസ് ചെയ്യാനും എടുക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളും ഒന്ന് വെൽ അവെയർനായിട്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് സൈറ്റ് പോയി വിസിറ്റ് ചെയ്യുക. അല്ലാത്തവരാണെങ്കിൽ അത്രയും നല്ലൊരു ജെന്യൂൻ ആളെ തന്നെ കൊടുക്കാൻ നോക്കുക, കോൺട്രാക്ടറിനെ ഏൽപ്പിക്കാൻ നോക്കുക. നല്ല രീതിയിൽ നിന്ന് ചെയ്യിപ്പിച്ച് എല്ലാത്തിനും ഒരു അവയർനെസ് ഉണ്ടാവുന്ന ഒരു ഇതുണ്ടാവുന്ന നല്ലതാണ്. പിന്നെ എല്ലാ മെറ്റീരിയൽസ് എടുക്കുമ്പോൾ ഓരോരോ റേറ്റ് നിങ്ങൾ ഡിസ്കഷൻ ചെയ്ത് നിങ്ങൾ ഓരോരോ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം കൺഫേം ചെയ്യാൻ. എടുത്തു ചാടി നിങ്ങൾ ഒന്നും ചെയ്യരുത്. നിങ്ങൾ പ്രീ പ്ലാൻഡ് ആയിട്ട് പ്ലാൻ വൈസ് ചെക്ക് ചെയ്ത് വേസ്റ്റേജ് ഉണ്ടാവുമോ എന്താണെന്നൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഓരോ സ്റ്റേജിലും ചെയ്യാൻ. അത് ഞാൻ ഇനി വരുന്ന ഓരോ വീഡിയോയിലും അത് പറയാം. ഞാൻ ഓരോരോ സ്റ്റേജ് വൈസാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ പ്ലോട്ട് സെലക്ട് ചെയ്തു, ഇപ്പം നമ്മൾ ഫുൾ ഒരു വീട് വെക്കാൻ പോകുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഓരോരോ സ്റ്റേജിൽ ഞാൻ പറയാം എങ്ങനെയാണെന്ന് ഉള്ള കാര്യം. ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് അത് ലെങ്തി ആയിപ്പോകും. അപ്പം നിങ്ങൾ നല്ലൊരു ഗുഡ് കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്യുക. ഓക്കെ. നാലാമത്തെ കാര്യമാണ് പെർമിറ്റ് എടുക്കുക. അല്ലേ, നമ്മൾ പെർമിറ്റ് എടുത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു സാങ്ഷൻ വേണം, ഒരു അപ്രൂവൽ വേണം, ഉണ്ടെങ്കിൽ മതി. ഇപ്പം നമ്മൾ റിനോവേഷൻ വർക്ക് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ബിൽഡിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പെർമിറ്റ് ഇപ്പം നമ്മൾ അറിയാം, ഇപ്പോൾ ഓൺലൈൻ വഴിയാണ്. പണ്ടൊക്കെ മാനുവൽ വഴിയായിരുന്നു, എടുത്ത് ലൈസൻസ്ഡ് എഞ്ചിനീയർ വെച്ച് ചെയ്താൽ മതി. ഇപ്പോൾ സ്മാർട്ട് വെച്ചൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം, ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കൂടിപ്പോവും. സ്മാർട്ടിൽ എങ്ങനെയാണ് നമ്മൾ പെർമിറ്റ് എടുക്കുന്നത്, ബാക്കി ഓൺലൈൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ പെർമിറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു എഞ്ചിനീയറിന് കാര്യങ്ങൾ അറിയാൻ പറ്റും. കാരണം നമ്മളെ പ്ലോട്ടിൻ്റെ 60-65% മാത്രമേ ബിൽഡിംഗ് വെക്കാനുള്ള ഇതുള്ളൂ എന്ന് പറഞ്ഞാൽ കവറേജ് വരുള്ളൂ. പിന്നെ FSA ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ നമ്മളെ ഫ്ലോർ ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ ലാൻഡ് ഏരിയ ചെയ്യുമ്പോൾ 3 വരണം. അതാണ് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ എഞ്ചിനീയേഴ്സ് നോക്കി സെറ്റ് ബാക്ക്
ബാക്ക് ഒക്കെ ഇട്ട് അതൊക്കെ ഞാൻ വേറെ മറ്റേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ബാക്ക് ഒക്കെ വിട്ട് നമ്മൾ നല്ല പ്ലാനൊക്കെ വരച്ചതിന് ശേഷം നമ്മൾ പെർമിറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് അവിടെ വീട് വെക്കാനുള്ള ഒരു സാങ്ഷൻ കിട്ടൂ. അതുവഴി നമുക്ക് എന്താണ് വാട്ടർ കണക്ഷനും എന്താണ് ഇലക്ട്രിസിറ്റി എല്ലാം അവൈലബിലിറ്റി ആയിട്ട് നമുക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ സൈറ്റൊക്കെ ക്ലിയർ ചെയ്തു, പെർമിറ്റൊക്കെ എടുത്തു, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു, ജസ്റ്റ് ഫെൻസിങ് ഒക്കെ കെട്ടി അങ്ങനെയൊക്കെ നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മളെ സൈറ്റിൽ തന്നെ ഒരു ടെമ്പററി ഒരു ഷെഡ് പോലെ ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ നമ്മൾ കെട്ടിയിടുന്നത് നല്ലതായിരിക്കും. അതിൽ തന്നെ നമ്മൾ ഓരോരോ മെറ്റീരിയൽസ് സൂക്ഷിക്കാനും ടൂൾസ് അതൊക്കെ വയ്ക്കാം. ഇപ്പം ലേബേഴ്സ് തന്നെ കൊണ്ടുവരണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. ഇത് കുറച്ച് അത്യാവശ്യം ചെറിയ കാര്യങ്ങൾ. അപ്പം നമുക്ക് ആ ഷെഡിൽ തന്നെ എല്ലാം ടെമ്പററി സ്റ്റോറേജ് ഷെഡ് പോലെ അതിൽ നമ്മൾ ജസ്റ്റ് ലോക്കൊക്കെ വാങ്ങിച്ച് ലോക്ക് ചെയ്ത് എന്ന രീതിയിൽ നമുക്ക് അങ്ങനെ ഷെഡ് കെട്ടി നമുക്ക് അതിൽ തന്നെ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആയിരിക്കണം. അതുപോലെ പെർമിറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് വാട്ടർ കണക്ഷനും ഇത് വേണം. പിന്നെ റോഡ് ലെവലിൽ നമ്മൾ റോഡ് ലെവൽ താഴെയും നമ്മൾ പ്ലോട്ട് കുറച്ച് പോലെ ഒരു മിനിമം ഒരടി ലെവൽ ഡിഫറൻസ് എങ്കിലും വേണം. അത് ഞാൻ ക്ലിയർ ആയിട്ട് റോഡ് ആക്സസ് വിട്ടും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറഞ്ഞ വീണ്ടും ലെങ്തി ആയിപ്പോവും. അപ്പം നമ്മൾ മാക്സിമം ആ ഒരു ലെവൽ വിട്ടും ഒക്കെ നോക്കുക. ഇത്രയും കൂടെ ശ്രദ്ധിച്ചാൽ നമ്മൾ ഇനി ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇത് എല്ലാം നമ്മളൊരു സജ്ജീകരണമായി സ്റ്റെപ്പ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ ലാൻഡ് കോസ്റ്റും ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റേജ് വഴി പൈസ പോകുന്നതായിരിക്കും. നമ്മളൊരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് അല്ലെ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏകദേശം നമുക്ക് കുറച്ചൊരു എമൗണ്ട് ആവും, ഏകദേശം ഒരു എമൗണ്ട് ആവും. അത് നിങ്ങൾ കാൽക്കുലേറ്റ്, കാരണം പെർമിറ്റ് എഞ്ചിനീയറിന് കൊടുക്കണം, നമ്മൾ കുറേ വാട്ടർ കണക്ഷൻ അങ്ങനെയൊക്കെ സംഭവങ്ങൾ എടുക്കണം, ഷെഡ് കെട്ടണം, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് തന്നെ ഒരു എമൗണ്ട് ആവും. അതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യണം. ഒരിക്കലും നമ്മൾ ലാൻഡ് കോസ്റ്റ് കഴിഞ്ഞ അടുത്ത വീട് പണിക്ക് മാത്രമേ പൈസ ആവുന്നൊന്നും ചിന്തിക്കരുത്, ആ ഒരു ബഡ്ജറ്റും കൂടെ വേണം. അപ്പം നമ്മൾ ഫുൾ നല്ല രീതിയിൽ പ്ലോട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്, സൈറ്റ് ക്ലിയർ ചെയ്യണം, ഫുൾ ലെവൽ ചെയ്യണം, പിന്നെ നമുക്ക് പെർമിറ്റ് എടുക്കണം, അതിന് അപ്രൂവൽ വേണം, വാട്ടർ കണക്ഷൻ, ഇലക്ട്രിസിറ്റി കണക്ഷൻ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു പ്ലാൻ വരയ്ക്കണം, നല്ല എഞ്ചിനീയറിനെ കണ്ടുപിടിക്കണം, നല്ലൊരു ജെന്യൂൻ കോൺട്രാക്ടറെ കണ്ടുപിടിക്കണം, പ്ലസ് ഒരു നമ്മളെ പ്ലോട്ടിൽ ഒരു ടെമ്പററി സ്റ്റോറേജ് ഷെഡും മെറ്റീരിയൽസും ടൂൾസും എല്ലാം അവൈലബിലിറ്റി ആയിട്ട് വയ്ക്കണം. പിന്നെ നിങ്ങൾ ജസ്റ്റ് എല്ലാം ഒന്ന് മെറ്റീരിയൽസിൻ്റെ അവയർനെസ്സും റേറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് തന്നെ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഒരു അവയർനെസ് ഉള്ളത് നല്ലതായിരിക്കണം. പിന്നെ ആരെയും കണ്ട ഒരു പ്ലാനും കോപ്പി അടിക്കരുത്. പ്ലാനിൻ്റെ ഒരു ജസ്റ്റ് ഞാനൊരു വീഡിയോ നല്ല രീതിയിൽ എങ്ങനെയൊക്കെ അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പം നല്ല ഒരു പ്ലാൻ വരച്ച്, പ്ലാനാണ് നമ്മുടെ വീടിൻ്റെ നമ്മുടെ സ്വപ്നത്തിൻ്റെ ഡ്രീം ഹോമിൻ്റെ ഏറ്റവും വലിയ പാർട്ട്. ഫൗണ്ടേഷൻ പോലെ തന്നെയാണ് ഏറ്റവും വലിയ പാർട്ടാണ് പ്ലാൻ. അപ്പം നല്ല രീതിയിൽ വരയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഇൻഫർമേഷൻ ആവുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.